ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻഡ് നവനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ദുർഘടക മാസം കഴിഞ്ഞു. എൻ്റെ കർക്കിടക മാസ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നും വെളുപ്പിനെ എണീക്കും. കർക്കിടക മാസം ആകുമ്പോൾ പ്രത്യേകിച്ചു കർക്കിടക മാസത്തിൽ ഞാൻ എന്നും രാമായണം വായിക്കാറുണ്ട്. അപ്പോൾ വെളുപ്പിനെ എണീക്കുക, കുളിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക, എൻ്റെ കുറിവരക്ക്, ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത്. അത് കാലത്തേ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മേക്കപ്പ് എന്ന് പറയുന്ന പരിപാടി എനിക്കില്ല. അത് കഴിഞ്ഞ് ഇനി എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രസ്സ് എടുത്തിടും, അത്ര തന്നെ. അല്ലെങ്കിൽ ഇവിടെ വല്ലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രസ്സിൽ തന്നെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. കാരണം ഇവിടെ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ പരിചയക്കാരാണ്. നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടും. അല്ലാത്തപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ. നമ്മൾ അറിയാവുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നതൊക്കെ. അപ്പോൾ കർക്കിടക മാസത്തിൽ ഞാൻ കാലത്തെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനും പ്രാർത്ഥിക്കും. അപ്പോൾ ചേട്ടനാണ് എന്നും വിളക്ക് വെക്കുന്നത്. ഞങ്ങൾ 2 നേരം ഭഗവാൻ വിളക്ക് വെക്കാറുണ്ട്. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ രാമായണം വായിക്കും. കാലത്തും വൈകിട്ടാണ് രാമായണം വായിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ കർക്കിടക 1-ാം തീയതി ഞങ്ങൾ ക്ഷേത്രദർശനം നടത്തി. ചിങ്ങം 1-ാം തീയതിയും ഞങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്താനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറിച്ചുകൊണ്ട് പോകട്ടെ അമ്പലത്തിൽ. അവനൂട്ടിന് പൂവുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ചില്ലറ പൈസ കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. അതൊക്കെ എന്നിട്ട് എല്ലായിടത്തും ചില്ലറ പൈസ ഇടാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ രീതികൾ. അപ്പോൾ അങ്ങനെ കർക്കിടക മാസം ഇപ്രാവശ്യം ഭയങ്കര ദുർഘടകമായിരുന്നല്ലോ. നമുക്ക് ഒത്തിരി സങ്കടങ്ങൾ നിറഞ്ഞ ഒരു മാസമായിരുന്നു കർക്കിടക മാസം. രാമലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. അങ്ങനെ ഈ വർഷവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ രാമായണം വായിച്ച് അവസാനിപ്പിക്കാൻ സാധിച്ചു. വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഇത്. പിന്നെ അവനൊട്ടും ചെറുതായിരുന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്ന് ചിങ്ങം 1 ആരംഭിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു ഇന്ന് എന്തായാലും വെളുപ്പിനെ വിളക്ക് വെക്കണം കേട്ടോ റാത്തുനിന്ന്. കാരണം ഇനി 1200-ാം ആണ്ട് കൊല്ലവർഷം ആരംഭമാണ്. അപ്പോൾ എല്ലാവർക്കും നന്മയും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ഐശ്വര്യപൂർണ്ണമായ ജീവിതം ഉണ്ടാവണേ എന്ന് ആത്മാർത്ഥമായി ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ. ബ്രഹ്മവിവർദ്ധന ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ സ്തവം യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോദാരണ പ്രിയ പൂർണ്ണ പൂരയിതാ പുണ്യകീർത്തിനാമ